ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മിച്ചർ. അപ്പോൾ നമ്മളിന്ന് എൻ്റെ പിറന്നാളാണ്, അതുകൊണ്ട് നമുക്ക് അമ്പലത്തിൽ പോകണം, കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം ഇന്ന് അമ്മമ്മ അപ്പാപ്പനെ കൊണ്ട് ആക്സസിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പം രാവിലെ 6 മണിക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് മുമ്പേ എണീറ്റ് സാധനങ്ങളൊക്കെ വെച്ചിട്ട് അപ്പം ഇതൊക്കെയാണ് അമ്മമ്മ വെച്ചിട്ടുള്ള കറികൾ. അപ്പോൾ കറികളും പായസവും എല്ലാം ഉണ്ട്. അപ്പം ആദ്യം നമ്മൾ പായസമായിരുന്നു, അത് കുറച്ച് നിറയെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സാമ്പാറുണ്ടായിരുന്നു. അപ്പം പുലർച്ചയ്ക്ക് എണീറ്റിട്ടാണ് ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. തലേദിവസം ഇതൊക്കെ അരിഞ്ഞു വെച്ചു, പിന്നെ രാവിലെ എണീറ്റൊന്ന് വെച്ചു. അപ്പോൾ പിന്നെയുള്ളത് മസാലക്കറി, പിന്നെ ക്യാബേജ്, പിന്നെയാണ് നമ്മളുടെ കൂട്ടുകറി വന്നിട്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ കൂട്ടുകറി. അപ്പം കൂട്ടുകറിയും പിന്നെ നമ്മളുടെ കാളൻ കേട്ടോ. എനിക്ക് ആദ്യമൊന്നും ഇതിൻ്റെ പേര് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോഴാണ് ഇതാണ് കാളൻ എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് ഫുഡ് കിട്ടി നമ്മൾ തിന്നൽ മാത്രമേ ഉള്ളൂ. പിന്നെ പപ്പടം ഉണ്ട്, അതൊരു കവറിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലേക്ക് കഴിക്കാനായിട്ട് ഇഡ്ഡലി ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മമ്മ വേണമെങ്കിൽ സദ്യ കഴിച്ചോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് കഴിക്കുക എന്തായാലും. അപ്പം ഞങ്ങൾ അമ്പലത്തേക്കൊക്കെ പോകണമായിരുന്നു. അപ്പം രാവിലെ തന്നെ ഒരുങ്ങി നിൽക്കുവാണ്. അപ്പോൾ മേമ എണീറ്റിട്ടില്ല, മേമ ഒരേ ഉറക്കമാണ്. അപ്പം ഞങ്ങൾ അവളെ എണീറ്റ് ഫുഡ് കഴിക്കാറാകുമ്പോഴേക്കും വരാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ ഞങ്ങൾ മേമിൻ്റെ അടുത്ത് പറഞ്ഞ് നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പം ഞങ്ങളത് രാവിലെ എണീറ്റ് കുളിച്ചൊരുങ്ങിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ മേക്കപ്പ് ഒന്നും ഇട്ടില്ല, വെറുതെ പൗഡർ മാത്രം ഇട്ടു, പിന്നെ കണ്ണ് എഴുതി, പിന്നെ ലിപ്സ്റ്റിക് ഇട്ടു. ലിപ്സ്റ്റിക് മെയിനാണല്ലോ, അതൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം ഈ ഒരു ഡ്രസ്സ് വന്നിട്ട് പ്രൊമോഷൻ ആയിട്ടുള്ള ഡ്രസ്സാണ്. അപ്പം എന്തായാലും ഈ ഒരു ഡ്രസ്സിൻ്റെ വീഡിയോ കൂടി ചെയ്യണമായിരുന്നു. അപ്പം ഞങ്ങൾ ഈ ഒരു അമ്പലത്തിൽ എന്തായാലും പോകുന്നുണ്ട്, അപ്പോൾ അതും കൂടി ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ചൊക്കെ ചെറുതായിട്ട് വൈകിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അമ്പലം അടയ്ക്കുന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോയി കണ്ടിട്ടാണ് കേട്ടോ അടച്ചത്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു പാടമൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ. അപ്പം ഇവിടുന്ന് ആ ഒരു കുറച്ച് ദൂരം പാടം മാത്രമായിട്ടുള്ള ഒരു റോഡാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ദൂരം നടന്നത് അമ്പലം എത്തി. അപ്പോൾ ഇതാണ് അമ്പലം, ഇതൊരു ശിവൻ്റെ അമ്പലമാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം പോയി പ്രാർത്ഥിച്ചു, പിന്നെ ഞങ്ങൾ വീഡിയോ എടുക്കാനൊക്കെ നിന്നു. പിന്നെ നമ്മൾ ഈ ഒരു പുഴയല്ല, ഇതൊരു കുളമാണ്. അപ്പം ഇവിടെ ഇരുന്നിട്ടും കുറച്ച് വീഡിയോസൊക്കെ എടുത്ത്. എനിക്ക് ആദ്യം പേടിയുണ്ടായിരുന്നു അവിടെ കയറാനായിട്ട്, പിന്നെ കുഴപ്പമില്ല അവിടെ ഇരുന്ന്. ഗൈസിൻ്റെ ഡ്രസ്സ് അങ്ങനെയുണ്ട്. ഈ ഒരു ഡ്രസ്സ് വന്നിട്ട് എയർ ഹാൻഡ്ലൂംസിൻ്റെ കുത്താമ്പള്ളിക്കാർ തന്നാണ്. രസമുണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഇത് ഈ ഒരു ഡ്രസ്സ് കൊണ്ട് നല്ലോണം വലിപ്പമുണ്ട്. അവർ തുണിയായിരുന്നു തന്നിട്ടുണ്ടായിരുന്നു, നമ്മളാണിത് അങ്ങനെ ബ്ലൗസിൻ്റെ രീതിയിലേക്ക് ആക്കിയത്. നമ്മളല്ല, നമ്മൾ കൊടുത്തിട്ടാണ് ആക്കിയത്. പിന്നെ മേമൻ്റെ വള, അയ്യോ ഇത് ഇന്നലെ കയറ്റാൻ പെട്ട പാട്. നല്ല ചെറുതാണ്, നമ്മളുടെ കൈ നല്ല ചെറുതാണ്, നല്ല ചെറിയ വളയായിരുന്നു. അതൊക്കെ അങ്ങനെ കയറ്റി വലിച്ചേറ്റി വന്നിരിക്കുകയാണ്. നമുക്ക് ഇനി ഇത് ഊരണമെങ്കിൽ എന്തായാലും പൊട്ടണം. അപ്പോൾ എങ്ങനെയും പൊട്ടിക്കാനുള്ള ശ്രമമാണ്. അപ്പോൾ നമ്മളങ്ങനെ അമ്പലത്തിലൊക്കെ പോയി വന്ന് ഇനിയിപ്പോൾ നേരെ നമ്മൾ വീട്ടിൽ പോകണം, ഫുഡ് കഴിക്കണം. അപ്പോൾ മേമ വീട്ടിലാണ്, അപ്പോൾ നമുക്ക് പോകാം. അപ്പോൾ പിന്നെ ഡയാലിസിസ് 4 മണിക്കൂറുണ്ടായിരുന്നു, അതുകൊണ്ട് അവരൊക്കെ ഉച്ചയ്ക്കാണ് എത്തിയത്. അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് കണ്ണൊന്നും എഴുതിയതൊന്നും കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഉച്ചയായി, അപ്പോഴേക്കും ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ രാവിലെ തന്നെ ഇഡ്ഡലി കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ വാരി കൊടുത്തപ്പോൾ അപ്പാപ്പനും വേണം പറഞ്ഞപ്പോൾ അമ്മമ്മ വാരി കൊടുക്കാൻ പോയപ്പോൾ നാണിച്ചിട്ട് അപ്പാപ്പൻ ഇരുന്നു. പിന്നെ അമ്മമ്മ അതിന് വായി തുരുക്കി കൊടുത്ത്. അപ്പോൾ അതിനുശേഷം ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു. അപ്പോൾ ഞങ്ങളിത് വെക്കേഷനായി ദിവസമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്, കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു. അപ്പോൾ വെക്കേഷനാണ്. അപ്പം പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ പോയി. അപ്പം ഡാൻസ് ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് പിറ്റേ ദിവസം ഞങ്ങൾ പോയി. അപ്പം ആ ഒരു വെക്കേഷൻ ടൈമിൽ വിരുന്നിരിക്കാൻ വന്നതാണ്. അപ്പോഴാണ് എൻ്റെ ബർത്ത്ഡേ അല്ലേ, പിറന്നാളുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പിറന്നാളും കഴിച്ചു, പിന്നെ നമ്മളുടെ വിരുന്ന് ഇരിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങളതേ പിറ്റേ ദിവസം തന്നെ ഞായറാഴ്ച ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ശനിയാഴ്ച തന്നെ ഇറങ്ങി. അപ്പോൾ അവിടെ നിന്ന് ഡ്രസ്സ് ഇട്ടിട്ട് വേണ്ടേ പോകണമെങ്കിൽ. അപ്പം ഡാൻസ് ക്ലാസ്സിൽ ഓണത്തിൻ്റെ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ വീഡിയോ എന്തായാലും ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡ്രസ്സ് ഉണ്ടായിരുന്നു, അപ്പോൾ അതെടുത്തിട്ട് വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് നടന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ്. പിന്നെ ഫുഡ് നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് അതും കഴിച്ചിരുന്നു. പിന്നെ പായസമൊക്കെ ഞാനിത് ഇലയിലിട്ടിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ വന്നപ്പോൾ അമ്പലത്തിൽ പോയി വന്നപ്പോഴേക്കും മേമൻ്റെ ഗതി കെട്ടു. അപ്പം ഭയങ്കര വിശപ്പായിരുന്നു. അതിനുശേഷം അപ്പം തന്നെ ഞങ്ങൾ ആദ്യം വിചാരിച്ചു അമ്മമ്മ അവരൊക്കെ വന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അവരത്ര വൈകിയൊന്നുമില്ല, ഒരു 11-12 മണിയാകുമ്പോഴേക്കും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ ഞങ്ങൾക്ക് നല്ലോണം വിശന്നപ്പോൾ പിന്നെ ആരും നോക്കിയില്ല, അങ്ങനെ കഴിച്ചു. പിന്നെ എൻ്റെ തലയിൽ ഒക്കെ കെട്ടൊക്കെ മാറ്റി ഞങ്ങളതേ പിന്നെ ഇട്ടിട്ട് അന്താക്ഷരി കളിക്കാൻ നിൽക്കുമായിരുന്നു. ഞാനും അമ്മമ്മയും അപ്പാപ്പനൊക്കെ നല്ല ഒരു ടീം.
പിന്നെ മേമയും അമ്മയും ഒരു ടീം. അപ്പോൾ എന്നിട്ട് ഇവരാണെന്നുണ്ടെങ്കിൽ എനിക്ക് അമ്മമ്മയും അപ്പനും ഒന്നും പറഞ്ഞിരുന്നില്ല. അപ്പോൾ ഞാൻ മാത്രമാണ് എന്തൊക്കെയൊക്കെയോ കാണിച്ച് കളിച്ചത്. പിന്നെ അവർ ജയിച്ച്, അമ്മമ്മയും അപ്പനും ഞാനും തോറ്റ്. അപ്പോൾ ഞാനിവിടെ കള്ളക്കളിയൊക്കെ ഇടയ്ക്കൊക്കെ കളിച്ചു, പക്ഷേ ഒന്നും നടന്നില്ല. ഇവരൊക്കെ ഈ പാടിയ പാട്ട് തന്നെ പാടിയത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ കിട്ടിയത്. ഞങ്ങൾ എങ്ങനെ കളിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരേ ഒരു അക്ഷരം തന്നെ അത് തോക്കുന്നവരെ ആ അക്ഷരം തന്നെ ഓരോരോ ടീമായിട്ട് പാടിക്കൊണ്ടിരിക്കുക, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അപ്പം അത് അന്താക്ഷരിയാണെന്നൊന്നും എനിക്കറിയത്തില്ല, എങ്കിലും ഞങ്ങളൊരു പുതിയതായിട്ടൊരു കളി ഉണ്ടാക്കി ഞങ്ങൾ അതിന് കളിച്ചുകൊണ്ടിരുന്നു. പിന്നെ അതിനുശേഷം ഞങ്ങൾ നേരെ ഫുഡ് കഴിച്ച് കിടന്നുറങ്ങി. ഇപ്പോൾ ഫുഡ് പറയുമ്പോൾ 3 നേരം എന്തായാലും ഫുഡ് കഴിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ മേമ. അപ്പം നമ്മളുടെ മേമ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് കുട്ടിയൊക്കെ ഇടയ്ക്ക് ചവിട്ടാറും കുത്താറൊക്കെ ഉണ്ട്. അതൊക്കെ ഞങ്ങൾ നോക്കിയിരിക്കും. അങ്ങനെ ഇവിടെ ഒരു പൂച്ചയും കൂടി ഉണ്ട്, കാത്തു എന്ന് പറയും. അപ്പോൾ ഈ പൂച്ച ശരിക്കും ഞങ്ങളുടെ പൂച്ചയല്ല, ഇത് അപ്പുറത്തെ വീട്ടിലത്തെ പൂച്ചയാണ്. പക്ഷെ അപ്പുറത്തെ വീട്ടിലത്തെ അവരിനെ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല, ഈ പൂച്ച അവിടെ തന്നെ ഇരിക്കും, അതെന്താണെന്നറിയത്തില്ല. അപ്പം അമ്മമ്മനെയൊക്കെ ബുദ്ധിമുട്ടിച്ചിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയുള്ള ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.